രാവിലെ 8 മണിയായി. ഉറക്കത്ര ശരിയൊന്നായില്ല. ഉറങ്ങിയപ്പോൾ കുറച്ച് വൈകി. പിന്നെ I think after some time we get to sleep. Starting little bit trouble, huh? At 2 o'clock we wake up. AC കുറച്ച് തണുപ്പ് കൂടുതലായിരുന്നു. ഞങ്ങൾ ഒന്നും കവർ ചെയ്യാൻ എടുത്തില്ല. Because the engine off. So we find another way to keep engine don't off for whole night. Then AC too cold. Too cold, you can ask her to increase that. Too cold. Can increase the temperature. No, I feel like we just needed one something to cover. Anyway, wow, it's okay. Let's so go see amazing. the view. No, I mean wake up and see this view is so. So amazing. Oh my God, so blue. So Yesterday night is too dark. ഇന്നലെ രാത്രി വന്നപ്പോൾ ഫുള്ള് ഡാർക്കായിരുന്നു, ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ ഗെറ്റ് അപ്പ്. ഈ പാക്ക് വി ഗോ ടു. ആദ്യം തന്നെ പോയി പല്ല് തേച്ചു, പിന്നെ ടോയ്ലറ്റിൽ പോയി. ഇത് പബ്ലിക് ടോയ്ലറ്റാണ്, ഇത് ഉപയോഗിക്കാൻ കാശൊന്നും കൊടുക്കണ്ട. ഇതൊരു പബ്ലിക് പാർക്ക് പോലെയാണ് പണിത് വെച്ചേക്കണേ. ഇവിടെയുള്ള ബേസിക് ഫെസിലിറ്റീസ് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. Honey, how are you? Fresh. Let's see the view of this place during daytime. ഇവിടെ കുറേ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ രാത്രി നമ്മൾ കണ്ട പാർട്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഇതുപോലത്തെ ഒരു ക്യാമ്പിംഗ് ഏരിയ മിക്ക ചൈനീസ് സിറ്റീസിലും പണിത് വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ കടലിൻ്റെ അടുത്താണ്. ഇതുപോലെ തന്നെ മലയുടെ മുകളിലും പല സ്ഥലത്തും പണിത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നലെ രാത്രി നമ്മൾ കണ്ടത്. രാവിലെ ഇതാണ് കാഴ്ച. നല്ല വെളിച്ചത്തിൽ അടിപൊളി സ്ഥലമാണ് ഇവിടെയൊക്കെ. ദിസ് വി ക്യാൻ റെൻറ്റ്, റൈറ്റ്? ഇതൊക്കെ നമുക്ക് റെൻറ്റ് ചെയ്യാം. റെൻറ്റ് ചെയ്യാൻ ആവശ്യമില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ഇവിടെ ചെയ്യാം. ഇതിനൊന്നും കാശൊന്നും കൊടുക്കണ്ട. ഇപ്പോൾ വണ്ടി അകത്ത് പാർക്ക് ചെയ്തില്ലെങ്കിൽ പുറത്ത് നമുക്ക് റോഡ് സൈഡിൽ ഇടാം. അവിടെയും പ്രശ്നമില്ല. അകത്ത് പാർക്ക് ചെയ്താൽ ഹൗ മച്ച് ഫോർ പാർക്കിംഗ്? 20 RMB. Yes, 24 hours. 24 hour 24 മണിക്കൂറിന് 20 RMB. സോ അത്ര ഉള്ള. ഈവൻ ഇപ്പോൾ പാർക്ക് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ, മീൻസ് ആ കാശ് സേവ് ചെയ്യണമെങ്കിൽ പുറത്ത് പാർക്ക് ചെയ്താൽ മതി. ഇവിടെ കൊണ്ടുവന്ന് ടെൻ്റ് അടിച്ച് ഇവിടെ നിൽക്കാം. People start to sing early morning. I think they will be here for 2-3 days. They have everything. Water problem solved. Fire you can have. Sleeper you can have. Toilet you can have. What else you need? Shopping you just have. No, for grocery like water, all those things have store. This is, people who have a house, they want to experience. No house life, wild life. This is not like wild, it's very domesticated. It's inside the city. ഇത് സിറ്റിൻ്റെ അകത്താട്ടാ ഈ ക്യാമ്പിംഗ് ഏരിയ കണ്ടില്ലേ? അതാണ് സിറ്റി. അതിൻ്റെ അകത്തായിട്ട് ഒരു ക്യാമ്പിംഗ് ഏരിയ ഒരു പണിത് നടത്താക്കണ്ട. Real wild life will be like you need to cut wood, make a house. On the fire, make fire then. I think also have like a wild life. In like you go to the forest. Okay. Forest normally not allowed because in the church. Which have. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. രാവിലെ ബ്രഷ് ചെയ്ത് റെഡിയായി. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ നിന്ന് നേരെ പോയി. ഇപ്പോൾ സമയം ഏകദേശം 9:45. ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ടു സം മാർക്കറ്റ്. ഓക്കെ, ഒരു സ്റ്റോറിലേക്ക് പോവാം. ജസ്റ്റ് ഫോർ സ്റ്റോർ ലൈക്ക് 15 kilometers. I don't know what else to eat. Everybody recommended that one. Okay. Highly recommended food ആണ്. ഓക്കെ, നമ്മൾ പോവാം.
അത് കഴിഞ്ഞിട്ട് എവിടേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കും. ഒക്കെ So beautiful, just like me. You笑什么? Why you laugh? Yeah, Disagree laugh? no, agree laugh. അങ്ങനെ ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കട്ടെ. ഒരാൾ ഷൂ മറന്നു വെച്ചു. When you're traveling, you will lost something. ഞങ്ങൾ അവിടെ ക്യാമ്പിംഗ് സൈറ്റിൽ നിന്നില്ലേ, അവിടെ വെച്ച് ഒരുത്തി ഇവള് മറ്റേ ചെളിയായിരുന്നു. സോ അത് ഇങ്ങനെ സൈഡിൽ മറ്റേ ചെളി ഉണങ്ങാൻ വേണ്ടി വെച്ചായിരുന്നു. അത് എടുക്കാൻ മറന്നു. ഇറ്റ്സ് ഓക്കെ, വി ബൈ ന്യൂ വൺ. It's okay. ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകാം. അത് അവിടെ തന്നെ കാണും, പക്ഷേ തിരിച്ചു പോകാൻ വയ്യ. എനിവേ അത് പഴയതായിരുന്നു. ഇറ്റ് വാസ് ഓൾഡ് റൈറ്റ്. It's old already. You see the throw away. Yeah. I try to keep it. Don't. Yeah. Good, it's not a new one. Yeah. So if not because of traveling, how can I get chance to lost it? Oh. Yes, you are very smart. I did a very good decision. Okay. Oh, look at this. These are old houses here. ഭയങ്കര ക്വയറ്റാണ്, ഒച്ചപ്പാടൊന്നുമില്ല ഇവിടെ. Eat from here. ഇതാണ് Huntuan with 牛腩 beef. beef. Oh, the beef is so big. വെറുതെ അല്ല എത്ര എക്സ്പെൻസീവ്. Wonder expensive. ഇഷ്ടംപോലെ ബീഫും പിന്നെ ഹുന്തോൻ എന്ന് വെച്ചാൽ ഡംപ്ലിംഗ് പോലെ ഇരിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് മീറ്റ് ഇട്ടുണ്ടാവും. ഓൾസോ ബീഫ്, പോർക്ക്. ഇതിൻ്റെ അകത്ത് പോർക്ക് ഉണ്ടാവും. ഇത് ബീഫായിരിക്കും. ഇത് സൂപ്പിലിട്ട് തരും. അതാണ് ഹുന്തോൻ. That's why we cannot use hand to eat too much water. ഇതാണ് നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ്. ഫ്രൈഡ് ചിക്കൻ ആണ്. അതിൻ്റെ കൂടെ നൂഡിൽസ് സൂപ്പിലിട്ട്. ഇൻസ്റ്റന്റ് നൂഡിൽ പോലെ ഉണ്ട്. I'm gonna eat it. How is that taste? Sauce ഉണ്ട്. Vinegar. Chili sauce. Chili sauce. Soy sauce. Everywhere. Chili. It is instant noodles, but have chicken so much. Try beef. Also, have spices. Oh. Very delicious. Very soft. അതുപോലെ മസാല ഒന്നും ഇട്ടിട്ട ഞങ്ങൾ സോഫ്റ്റാണ് ബീഫ്. Good. Enjoy our brunch. എടുത്തു. അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഗുഡ് ഫുൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇത് ആക്ച്വലി ലഞ്ചാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ തിന്നു. ഞങ്ങൾ എത്തിയപ്പോഴേക്കും 10:30 സോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തീർന്നു. വാ. ഇനി ഞങ്ങൾ പോണത് എവിക്കോ നാ Go
മൗണ്ടൻ. Mountain, see some nature view. മൗണ്ടനിൽ ഒരു മലയുടെ മുകളിൽ വണ്ടി ഓടിച്ച് പോവാം നമുക്ക് നടന്ന് കയറണ്ട. നടന്ന് കയറാൻ ഷൂ ഇല്ല. പിന്നെ ഒരു ചെരുപ്പും മിസ്സായി. ചെരുപ്പും അവിടെ തന്നെ വെച്ചു. സോ നമ്മൾ ഇപ്പം മലയിൽ ഓടിച്ച് കയറിയിട്ട് പിന്നെ അവിടെ കുറേ വിൻഡ് മില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അവിടെ പോയി നോക്കാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ വണ്ടി ഓടിച്ച് തുടങ്ങി. ഏകദേശം 2 മണിക്കൂർ എടുക്കും, 2.25 മണിക്കൂർ എടുക്കും അവിടെ വരെ എത്താൻ. വഴി ഇങ്ങനെ നോക്കി നോക്കി പോവാം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. 2 മണിക്കൂർ എന്ന് വെച്ചാൽ ഏകദേശം 1 മണി 1:30 മണിയാവും. ട്രാഫിക് ഒന്നുമില്ലെങ്കിൽ ഓക്കെ. സോ ഇതാണ് വ്യൂ. ഇന്ന് നല്ല ചൂടാട്ടാ, നല്ല ചൂടും നല്ല വെയിലും. ചൈനയുടെ മിക്ക ലൊക്കേഷൻസിലും ട്രാവൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സിറ്റിയും ടൗണൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ് കിട്ടും. ഒന്നില്ലെങ്കിൽ ഹൈ സ്പീഡ് ട്രെയിൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബസ് ഉണ്ടാവും. ഇവരുടെ മിക്ക വലിയ സിറ്റീസിലും മെട്രോ ഫെസിലിറ്റീസ് ഉണ്ടാവും. ചെറിയ ടൗൺ ആണെങ്കിൽ പബ്ലിക് ബസ് ഉണ്ടാവും. പിന്നെ ആകെ ഒരു പ്രശ്നം ഇതുപോലത്തെ നാട്ടുംപുറത്ത് വരാനാണ്. ഇങ്ങനത്തെ ഏരിയകൾ എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. ഇവിടേക്കും പബ്ലിക് ബസ് ഉണ്ട്, പക്ഷെ അത് വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഷെഡ്യൂളൊന്നും കറക്റ്റ് ആയിരിക്കില്ല. പിന്നെ ഇവിടെയൊക്കെ നിൽക്കാൻ ഹോം സ്റ്റേ കിട്ടാനും പാടാണ്.哇 ，mountain 就是没有 coconut tree， 有 coconut tree 会更 more beautiful， 对吧？对啊。India 那个 you watch far, always you can see coconut tree. Still in countryside road. Yeah. China not only have city, have a lot of countryside. Just need to go a little bit further. Every city have a city area, have a countryside area, 对吧? Even Shanghai, you also can see countryside area. ഇതാണ് ചൈനയിലെ നാട്ടുംപുറം. നമ്മളിപ്പോ കൊറേ ഉള്ളിലാണ്. ഗ്വാങ്ഡോങ് പ്രൊവിൻസിലെ ഒരു ചാങ്മൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. Jiangmen province. Jiangmen city. ഡിസ്ട്രിക്ട്. Yes. ജാങ്മൻ ഡിസ്ട്രിക്റ്റിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ കൂടെ ഞങ്ങൾ ട്രാവൽ ചെയ്തോണ്ടിരിക്കുക. ചൈനയില് നെൽപ്പാടങ്ങൾ കണ്ടോ? Looks dirty, but smells good. Traffic. ഞങ്ങളൊരു ചെറിയൊരു ഗ്രാമത്തിലാണ് ചൈനയുടെ. Yeah, Small village. Small traffic. Oh, I thought you say small traffic. Small village. Small traffic, small village. Traffic is big, but See countryside people's villa. We also have villa. Not everybody stay in apartments. Not so fancy villa. And I don't know they have land or not. it's all land. But this land belong to them? Maybe this land all is like rented by someone else to do farmer work. Young people don't to city work lo. Only old people. Old people cannot handle so big land. It's like Kerala. Welcome to Kerala, Guangzhou. Welcome to Guangzhou. നമ്മളിപ്പം മല കയറിക്കൊണ്ടിരിക്കുക. ഈ റോഡ് ആക്ച്വലി ടൂറിസ്റ്റ് സ്പോട്ട് അല്ല. സോ ഇത് കുറച്ച് എന്താ പറയണേ, ഇത്ര നല്ല ഷേപ്പിലല്ല കിടക്കണേ റോഡ്. കുറച്ച് ഡേഞ്ചറസ് ആണ് ഇവിടെ ഓടിക്കാൻ. മറ്റു സ്ഥലങ്ങളെ പോലെയല്ല. പയ്യെ പയ്യെ പോവാ. ഇത് ശരിക്കും നമ്മുടെ മൂന്നാറിലെ
മൂന്നാറിലെ മല കയറുന്ന പോലെ മല കയറി ഒഴിക്കുന്ന പോലെ ഉണ്ട്. തേയിലത്തോട്ടങ്ങളില്ല എന്നുള്ളൂ. ബാക്കി മറ്റേ ഇത് യൂക്കലിപ്റ്റസിന്റെ മരമാണെന്നാണ് കണ്ടിട്ട്. ഞങ്ങൾ വന്നെത്തിയത് ഒരു കുഗ്രാമത്തിലാണ്. ഏകദേശം 1:30 മണിയായി. എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഒന്നുമില്ല, ചെറിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തി. ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ആകെ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയുള്ളൂ. ഇവിടെ ഫുഡുണ്ട് മാത്രം തന്നെ. ബാക്കി അവിടെയൊക്കെ പോയി നോക്കി. ജസ്റ്റ് കുഗ്രാമം, ഒന്നുമില്ല. We together order one. Okay. Let's eat first. Then I also think I don't want to order too much. Later on the buy instant noodle. 勺子有了。 pork rice. 叉烧那个 vegetable。 ഇവിടെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയും അടുത്തൊന്നുമില്ല. ഇതാണ് ലാസ്റ്റ് ടൗൺ. ഇനി കഴിഞ്ഞാൽ നമ്മൾ മേലെ കയറും. ചിലപ്പോൾ അവിടെ തന്നെ കിടക്കാനാണ് പ്ലാൻ. അറിയില്ല എങ്ങനെയാണ്. അവിടെ ചെന്നിട്ട് ഡിസൈഡ് ചെയ്യാം. Momo. Pancake is big. സാധനം കുഴപ്പമില്ല, കഴിക്കാം. ഇതാണ് കോങ്ടോങ് ആൾക്കാരുടെ സാധാരണ ഭക്ഷണം. ചോറ്, പന്നി, പിന്നെ കുറച്ച് ക്യാബേജ്. അവിടെ കഴിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല ഭക്ഷണമായിരുന്നു. ഇനിയാണ് കഷ്ടപ്പാട്. ഇനി വണ്ടി അടിച്ച് കയറണം. അവിടെ റോഡൊന്നും ഇല്ല എന്നാണ് കേട്ടത്. ഓൺലൈൻ സെർച്ച് ചെയ്തപ്പോഴേ റോഡൊന്നുമില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കി പോകണം. അതായത് മറ്റേ സിമെൻറ്റാ അല്ലെങ്കിൽ ടാറിടാത്ത റോഡാണ്. ഇവിടെ ഒരു ഓഫീസുണ്ട്. ഇവിടെ നമ്മളൊരു 40 RMB പേ ചെയ്യണം. പിന്നെ ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം. കാരണം ഇത് ടൂറിസ്റ്റ് സ്പോട്ട് അല്ലാത്ത കാരണം മീൻസ് റിസ്ക്കൊക്കെ നമ്മുടെ പേരിലാണ്. സോ അതിനു വേണ്ടി ഇവിടെ ഒരു പേപ്പറിൽ സൈൻ ചെയ്യണം. അത് ചിന്നു ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കൂടെ കയറണം. ഇത് ഭയങ്കര ഒതുങ്ങിയ വഴിയാണ്. മൂലിൽ കൂടെ ഇങ്ങനെ കയറി അവിടെ വരെ പോവാം. ഇവിടുന്ന് കാണുന്ന വ്യൂ നോക്കിയാൽ ഞങ്ങളിപ്പോൾ പാതി വഴി എത്തിയിട്ടുള്ളൂ. പാതി വഴിയല്ല, കുറച്ചെത്തി. ഓടിച്ച് ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട്. ഐലൻഡ്സ്. ഓടിക്കാൻ കുറച്ച് പാടാ. കാരണം ചെറിയൊരു റോഡ്, അതിൽ 2 കാറ് കഷ്ടിച്ചാൽ പോകണം.
നമ്മളെത്തി. ഇതാണ് കാറ്റാടി. ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യണ്ടല്ലോ. Here have better view. ഇതാണ് ഇവിടുത്തെ കാറ്റാടി യന്ത്രം. സോ ഇതാണ് ഇവിടുത്തെ വ്യൂ. കാറ്റാടി യന്ത്രം, പിന്നെ ആ ഐലൻഡ്, നേരത്തെ കാണിച്ച ഐലൻഡ്. നോ വിൻഡ് ഇൻ ദിസ് പ്ലേസ്. കാറ്റാടി യന്ത്രം വെച്ചേക്കുന്നത് വിൻഡില്ലാത്ത സ്ഥലത്താണ്. നോ വിൻഡ്. Maybe the day today we come is no wind. Usually must have wind. Otherwise they don't put this. How much they can produce like no wind at all? വ്യൂ നോക്കിയാൽ അടിപൊളി വ്യൂ. Holiday starts. I like just eat, no need to think anything. And see this beautiful view. This is the best part of holiday. ഞങ്ങൾ വണ്ടിയിലിരുന്ന് സംസാരിച്ച് ഉറങ്ങിപ്പോയി. ഒരു 1.5 മണിക്കൂർ ഉറങ്ങിയ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് എനിക്ക് നടന്നു. ആ കാറ്റാടീൻ്റെ തൊട്ട് സൈഡിലുള്ള വേറൊരു കാറ്റാടിയിലോട്ടാണ് നടന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ചുറ്റുമുള്ള ഏരിയ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ഈ സ്റ്റെപ്സ് കയറി മുകളിൽ ചെന്നാൽ ഈ ഫുൾ ഏരിയയുടെ 360 ഡിഗ്രി വ്യൂ കിട്ടും. ഇവിടെ ആണെങ്കിൽ നല്ല തണുത്ത കാറ്റും അടിക്കണ്ടായി. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നടക്കാൻ പോയതാണ്. വന്നെത്തിയതോ ഇതുപോലത്തെ ഒരു അടിപൊളി വ്യൂയിലോട്ട്. കണ്ടിട്ട് ഇതാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹയസ്റ്റ് പോയിന്റ്. ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ വിൻഡ് മില്ല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ അടിയിലിരുന്ന് ക്യാമ്പിംഗ് ചെയ്യാമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വിൻഡ് മില്ലിൻ്റെ താഴെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെ ഒന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. ഇവരൊക്കെ ഒരു രാത്രി മാത്രമല്ല, ചിലപ്പോൾ 2-3 ദിവസം ഇവിടെ തന്നെ ആയിരിക്കും. ഞങ്ങൾ കുറച്ച് നേരം ഇതിൻ്റെ മുകളിൽ ഇരുന്ന് ഈ ക്യാമ്പിങ്ങൊക്കെ ആസ്വദിച്ചിരുന്നു. ഇവിടെ നല്ല ബാർബിക്യൂടെ മണം ഉണ്ടായി. ഓരോരുത്തരും ഇവിടെ ഒരു ഫുൾ വീട് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സൺസെറ്റ് ആവാറായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് വന്നു. ഇവിടെ വെച്ച് ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന് രാത്രി ഇവിടെ തന്നെ കടന്നുറങ്ങാം. രാത്രി മൊത്തത്തിൽ ഇരുട്ടായിരുന്നു, അതാരണം വീഡിയോ എടുക്കാൻ ഒന്നും ഉണ്ടായില്ല. ഇന്നലെ രാത്രി ഇവിടെ തന്നെ കടന്നുറങ്ങാം. രാവിലെ എനിക്ക് സൺറൈസ്. മൊത്തം ഒരു മഞ്ഞ് മൂടിയ സമയം. രാവിലെ മഞ്ഞ് മൂടി കിടക്കാം. ഫുള്ള് മഞ്ഞാണിപ്പോൾ. രാവിലെ തന്നെ എന്തോരം ആൾക്കാരെ നോക്കി നിറഞ്ഞു. ക്യാമ്പിങ് ഇതൊക്കെ ആയിട്ട്. ഇപ്പൊ കാണാം ഫോഗൊക്കെ മാറി. ഈ ആൾക്കാരൊക്കെ രാത്രി ആകുമ്പോൾ ആകെ 2 കാറുണ്ടായുള്ളൂ, 2-3 കാറുണ്ടായുള്ളൂ. രാവിലെ ആയപ്പോൾ ഇതാണ് അവസ്ഥ. രാത്രി മൊത്തം ഒച്ചപ്പാട് ബഹളമായിരുന്നു. ഇവന്മാര് ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. 3 മണി തൊട്ട് 3 മണിക്ക് 2 മണിക്ക് അങ്ങോട്ട് വന്ന് ഓരോരുത്തർ വന്ന് ഒക്കെ ഞങ്ങളുടെ ബെഡ്. ഇന്നലെ അത്യാവശ്യം നല്ല ഉറക്കാറും. പക്ഷെ ഒരു 3 മണിയായപ്പോൾ ഇവന്മാർ വന്ന് ഒക്കെ നാശാക്കി. ഓരോരുത്തർ വന്ന് ഒച്ചപ്പാടും ബഹളവും ടെൻ്റ് അടിക്കലും ഗെയിം കളിക്കലും. അപ്പോൾ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ആഫ്റ്റർ ദിസ് വി ജസ്റ്റ് ഗോ ബാക്ക് ഹോം. വി ഗോ eat something and go have. Yes, because here have no signal. And it's too noisy. People, yes. Yes, too many people. Yes. But our trip is finished. Today we go home. ഇന്ന് തിരിച്ച് വീട്ടിൽ പോവാം. വീട്ടിൽ പോയി നാളെ ജോയിൻ ചെയ്യണം കമ്പനി.
second time in this second night camping, we get used to it. ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് മനസ്സിലായി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. വണ്ടിയാണെങ്കിലും കാരണം ഫസ്റ്റ് ടൈം ആയപ്പോൾ കുറേ വണ്ടിയുടെ ഫീച്ചേഴ്സൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. സോ അതൊക്കെ തപ്പിപ്പിടിച്ച് വന്നപ്പോഴേക്കും ഉറക്കവും കറക്റ്റായിട്ട് ശരിയായില്ല. ഇന്നലെ ശരിക്കും നന്നായിട്ട് ഉറങ്ങി. Now we are professional in the camping. Yes. എനിവേ ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോവാം. സോ അത്രേ ഉള്ളൂ. തിരിച്ചു പോകുന്നതും ഓൾമോസ്റ്റ് സെയിം. പിന്നെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. നാഷണൽ ഡേയും മിഡ് ഓട്ടം ഫെസ്റ്റിവലും ചേർത്ത് 8 ദിവസമാണ് അവധി. പക്ഷേ എനിക്ക് ആകെ 3 ദിവസമാണ് അവധി കിട്ടിയോളൂ. ചിന്നുവിന് 6 ദിവസം ഉണ്ട് അവധി. എന്തായാലും ഇതൊരു അടിപൊളി അനുഭവമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാറിൽ കടന്നുറങ്ങണേ. പിന്നെ ഇതുപോലത്തെ എക്സ്പീരിയൻസസ് കിട്ടണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി പറ്റില്ല. ഇവിടേക്ക് കയറി വന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണെന്നോണേ ഞാൻ. ഇതുപോലത്തെ സ്ഥലങ്ങൾ പല നാട്ടിലും ഉണ്ടാവും. എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഭാവിയിൽ ഇതുപോലത്തെ അനുഭവങ്ങൾ ഇനി ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. എല്ലാവർക്കും ബൈ ബൈ.